കാണാൻ പറ്റില്ലടി. ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് 3001. ഈ കഥ നടക്കുന്നത് അമേരിക്കയിലോ ആഴത്തോടോ അല്ല, ആഫ്രിക്കയിലോ അലങ്ങോട്ടോ അല്ല, പിന്നെയോ ഇന്ത്യയിൽ കിട്ടുന്ന കൊതുകിന്റെ സ്വന്തം നാടായ കൊച്ചിയിലെ 3000-ഓളം സുന്ദരികൾ പഠിക്കുന്ന ഒരു വനിതാ കോളേജിലാണ്. അതാ അങ്ങോട്ടേക്ക് നോക്കൂ, അങ്ങോട്ടേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കിയാൽ മതി. അതാണ് നമ്മുടെ നായകൻ. ശരി കണ്ടു, ആ കുട്ടി കണ്ടു, കുടിച്ചിട്ടുമായി ഇരിപ്പല്ലോ. അവരുടെ പൊക്കാമുള്ളൂട്ടൻ അരും കൊതിക്കും വാഴ കൊണ്ട് ഊർജം കളഞ്ഞാൽ മതി. പറ, എന്താ നിന്റെ തീരുമാനം? ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യം ചോദിച്ചാൽ ഇവൻ നോയെ പറയും. പൊന്നു മോനെ മഹാഭാവി, മഹാലക്ഷ്മി ഓട്ടോ പിടിച്ചു വരുമ്പോ വാഹനമെന്ന് പ്രഖ്യാപിക്കണമാ. കൂടുതൽ പ്രസംഗം വേണം. ശരി, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 3000 പെൺപിള്ളേരും ഒത്ത നടുക്കന്റെ പൊന്നുപോലും. നീ 3 കൊല്ലം ആൺപിള്ളേരുടെ കൂടെ ആടിയില്ലേ, ഇനി 2 കൊല്ലം പെൺപിള്ളേരുടെ കൂടെ അഴിഞ്ഞാലോ? All students of this institution are mandatorily required to wear a petticoat while inside the campus. ഇനി തർജ്ജമ എന്ന് വെച്ചാൽ എല്ലാ സ്റ്റുഡൻസും കോളേജിൽ വരുമ്പോൾ പെറ്റിക്കോട്ട് ധരിച്ചിരിക്കും. എനിക്കൊരു സംശയം, ആ സാധനം പെൺപിള്ളേര് മാത്രം ഇട്ടാൽ മതി എന്നാണോ പറഞ്ഞേക്കണേ? അയ്യോ അല്ല, ഓൾ സ്റ്റുഡൻസ് എന്നാ പറഞ്ഞേക്കണേ. ഓഹോ, ഈ ചേട്ടൻ ഇട്ടിട്ടില്ല. എന്റെ മാതാവേ, ഈ ചേട്ടൻ ഇട്ടിട്ടില്ല. മുത്തേ, ഇതങ്ങനെ ഇട്ടേ, വെറുതെ നിയമം ലംഘിക്കണം. ശരി, നിങ്ങളുടെ എല്ലാവരും ആഗ്രഹമല്ലേ, ആയിക്കോട്ടെ. പക്ഷെ അതിനു മുമ്പ് ഈ പറയുന്ന സാധനം നിങ്ങൾ എല്ലാവരും ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കൊന്ന് പരിശോധിക്കണം. അല്ല, നിയമം എല്ലാവർക്കും ബാധകമാണല്ലോ. നന്ദന പെട്ടിക്കൊണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഞാനൊന്ന് നോക്കട്ടെ. ഇല്ലേ, മോളിട്ടുണ്ടോ? കാണട്ടെ. അന്നമേ, നിന്നെ എനിക്ക് വിശ്വാസം. വേറെ ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും ഇന്ന് നീ ഇട്ടിട്ടുണ്ടായിരിക്കും എന്ന് എനിക്കറിയാം. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാരും ശരിക്കും കണ്ടോണം. ഞാൻ ഇതിടാൻ പോവാണ്. ഓക്കെ, എല്ലാരും നോക്കിക്കോളൂ, കളി റെഡിയാണ്. ഇപ്പൊ ഞാൻ ഈ ഡ്രസ് ഊരി വെച്ചാൽ അത് വീണ്ടും നിയമലംഘനമാകും. അതുകൊണ്ട് ഈ നിയമത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തുന്നത് വരെ ഞാൻ ഇതിട്ടോണ്ട് തന്നെ നടക്കാൻ പോകും. ഹായ് ഗേൾസ്, One eternity later. ശ്യാം എവിടെയെന്ന്
പോയി നോക്കൂ. ഈശ്വര ശ്യാമിന് എവിടെ പോയി? ഇപ്പൊ വരും. എപ്പോ വരും? എനിക്കറിയില്ല. ഇപ്പൊ വരും. അനശ്വര പ്രണയത്തിന്റെ ആനന്ദ തുന്തിലമായ നാളുകൾ അയവിറക്കി രമണനെ കണ്ട് വിട പറയാൻ ചന്ദ്രിക കാത്തു നിൽക്കുകയാണ്. രമണൻ എങ്ങും പോയിട്ടില്ല, ഈ പരിസരത്ത് തന്നെയുണ്ട്. ആ തകർന്ന മുരളിക്ക് തരൂ. ആ തകർന്ന മുരളി ഇന്ന് തരൂ. ഇല്ലെങ്കിൽ അയ്യോ, സ്ക്രിപ്റ്റിലില്ല. നിന്റെ പ്രണയം നീ സൗഹൃദമായി നടിച്ചു. ഹ്, അതിന് നിനക്കുള്ള ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവൾക്ക് ആത്മബലി കൊണ്ട് ഞാൻ ശിക്ഷിക്കരുത്. ആത്മബലി കൊണ്ടല്ലടാ, ചാട്ടവാറ് കൊണ്ട് വേണം ഇവളെയൊക്കെ ശിക്ഷിക്കാൻ. എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചന്റെ മോള് ചന്ദ്രിക, നീ എന്നതാടി വിചാരിച്ചേ? നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോയാ ഈ രമണൻ കെട്ടിത്തൊങ്ങിക്കിടന്ന് ആടുവന്നു. അത് പണ്ട്. ഇപ്പൊ എന്റെ കഴുത്തിലൊരു കുരുക്ക് വീഴുന്നെങ്കിൽ അതിന്റെ മറ്റേ അറ്റത്ത് നീ ഉണ്ടാവും മോളെ. ചാവാനാണെങ്കിൽ ഒരുമിച്ച്, ജീവിക്കാനാണെങ്കിലും എവിടെ? ജീവിക്കാനാണെങ്കിലും ആ പറയണേ ചന്ദ്രിക, നിനക്ക് ജീവിക്കണോ അതോ ചാകണം? കത്തിലിടോ. കറുത്തനിട്ടാ ചവിട്ട് ഞാൻ. നീ വന്നേ, വെറുതെ പ്രശ്നം ഉണ്ടാക്കണം. അവളൊന്നും ചെയ്യരുത്. ഞാനൊന്നും ചെയ്യില്ല. എല്ലാം തീർന്നു. പക്ഷേ ഇവൾ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് പറയണം എന്നെ സ്നേഹിച്ചിട്ടില്ല, ഞാനൊരു തെറ്റ് ചെയ്തു, അതിന് ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ്, എത്ര വട്ടം വേണമെങ്കിലും. പക്ഷെ അറിയാതെ ചെയ്തു പോയൊരു തെറ്റിന്റെ പേരിൽ പ്രേമിച്ച പെണ്ണിനെ സഹോദരിയായിട്ട് കാണാൻ എനിക്ക് സൗകര്യമില്ല. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. കാനന ചായയിൽ ആടുമേക്കാൻ ഞാൻ നിന്നെ കൊണ്ടുപോവാണ്.